നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ഏകദേശം 1400 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിലെ സൂയി രാജവംശത്തിന്റെ ഭരണകാലത്താണ് ചരിത്രത്തിലെ ഏറ്റവും ആഡംബരപരമായ ശവസംസ്കാരം നടന്നത്. 9 വയസ്സുകാരിയായ ലീ ജിങ്സൂൺ എന്ന രാജകുമാരിയുടേതായിരുന്നു അത്. പ്രശസ്ത ജനറലായിരുന്ന ലീ സിയാന്റെ കൊച്ചുമകളും മുൻ ചക്രവർത്തിനിയുടെ പ്രിയപ്പെട്ട ചെറുമകളുമായിരുന്ന ലീ കൊട്ടാരത്തിൽ ഉള്ളവർക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു. കൂടാതെ സർവ്വ സൗകര്യങ്ങളും നൽകിയാണ് അവളെ വളർത്തിയത്. എന്നാൽ AD 608 ഗുരുതരമായ അസുഖം ആ 9കാരിയുടെ ജീവൻ കവർന്നെടുത്തു. പ്രിയപ്പെട്ട ചെറുമകളുടെ വിയോഗത്തിൽ തകർന്നുപോയ മുത്തശ്ശി യാങ് ലിഹുവ മുതിർന്ന രാജാക്കന്മാരെ പോലും വെല്ലുന്ന രീതിയിലുള്ള ശവസംസ്കാര ചടങ്ങുകളാണ് അവൾക്ക് വേണ്ടി ഒരുക്കിയത്. താമരപ്പൂക്കളും ഡ്രാഗണുകളും കൊത്തിയെടുത്ത ഒരു കൊട്ടാരത്തിന്റെ മാതൃകയിലുള്ള അപൂർവമായ കല്ലറയിലാണ് അവളെ കിടത്തിയത്. കൂടാതെ ഈ ശവപ്പെട്ടിക്ക് മുകളിൽ ലോകത്തിന് മുഴുവൻ താക്കീതായി ഒരു വാചകം കൊത്തിവെച്ചിരുന്നു: ഈ ശവപ്പെട്ടി തുറക്കുന്നവർ മരിക്കും. നൂറ്റാണ്ടുകളോളം ആ താക്കീത് അങ്ങനെ തന്നെ നിലനിന്നു. 1957 പുരാവസ്തു ഗവേഷകർ ഈ കല്ലറ തുറക്കാൻ തീരുമാനിച്ചു. എന്നാൽ തുറന്നപ്പോൾ കണ്ടത് ആരെയും ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. മരണാനന്തര ജീവിതത്തിൽ രാജകുമാരിക്ക് കൂട്ടായി 240-ലകം അമൂല്യ വസ്തുക്കളാണ് കുടുംബം അവിടെ കരുതിയിരുന്നത്. സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ, പട്ടുതുണികൾ, ഗ്ലാസ് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയ്ക്കൊപ്പം പേർഷ്യയിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളും. ഗവേഷകർ പുറത്തെടുത്ത ഈ പുരാവസ്തുക്കൾ നിലവിൽ ചൈനയിലെ ബെയ്ജിങ്ങിലെ നാഷണൽ മ്യൂസിയം ഓഫ് ചൈനയിൽ സംരക്ഷിച്ചിട്ടുണ്ട്.